തോമസ് ഏട്ടൻ പറയാതെ പറഞ്ഞ് നടത്തിയൊരു പരിപാടിയായിരുന്നു അത്. അപ്പൊ അതിൽ നിന്നൊരു സെക്കൻഡ് പാർട്ട് ചെയ്യാൻ പറ്റുമെന്നും ഒന്നോ രണ്ടോ പേരായിരിക്കും തഗ് ഡയലോഗുകളൊക്കെ പറയുന്നത്. ഇതിൽ എല്ലാ കഥാപാത്രങ്ങൾക്കും തഗ് ഡയലോഗുകളുണ്ട് അല്ലെ. അപ്പൊ വളരെ മനോഹരമായ രീതിയിൽ ഇത്രത്തോളം വരുന്ന അഭിനേതാക്കളെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരും മനോഹരമായ ചിത്രം ഒരുക്കിയ ചിത്രത്തിന്റെ സംവിധായകൻ നിറഞ്ഞ കൈയോടുകൂടി വേദിയിലേക്ക് ശ്രീ കൃഷ്ണദാസ് മുരളി, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ദി ഡയറക്ടർ ശ്രീ കൃഷ്ണദാസ് മുരളി ഓൺ സ്റ്റേജ്. സംവിധായകനെ വിളിച്ചപ്പോ കയ്യടി പോരാട, നല്ലൊരു കൈയടി എടുക്കാം. താങ്ക് യു. വലിയ സന്തോഷം കാരണം കഴിഞ്ഞ തവണ ഭരതനാട്യത്തിന് ഒരു സക്സസ് പാർട്ടി ഞങ്ങൾ വെച്ചിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തളരാതിരിക്കാൻ വേണ്ടി നടത്തിയൊരു പരിപാടിയായിരുന്നു. അത് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന, പുറത്തുനിന്നൊന്നും അധികം ആൾക്കാരെ വിളിക്കാതെ നടത്തിയൊരു പരിപാടിയായിരുന്നു. നമ്മളങ്ങനെ തോറ്റിട്ടൊന്നുമില്ല എന്ന് തോമസ് ഏട്ടൻ പറയാതെ പറഞ്ഞ് നടത്തിയൊരു പരിപാടിയായിരുന്നു അത്. അപ്പം അതിൽ നിന്നൊരു സെക്കൻഡ് പാർട്ട് ചെയ്യാൻ പറ്റുമെന്നും ആ സെക്കൻഡ് പാർട്ടിൽ ഇതുപോലൊരു ഒറിജിനൽ സക്സസ് പാർട്ടി വരുമെന്നൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തോമസ് ഏട്ടനും സൈജോട്ടനും തന്നെ പോകേണ്ടത് തന്നെയാണ്. കാരണം ഈ ഒരു സിനിമ ചെയ്യുക എന്നുള്ളൊരു പ്ലാൻ പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഭരതനാട്യം ചെയ്തു, അത് തിയേറ്ററിൽ അങ്ങനെയായി, അത് വിട്ടു. ഇനി അടുത്തത് വേറെ എന്തെങ്കിലും ആലോചിക്കാമെന്ന് കരുതിയിരുന്ന സമയത്താണ് തോമസ് ഏട്ടനും സൈജോട്ടനും പറഞ്ഞത് നമുക്ക് സെക്കൻഡ് പാർട്ട് തന്നെ ആലോചിക്കാം. ഞാൻ പറഞ്ഞു ചേട്ടാ സെക്കൻഡ് പാർട്ടൊക്കെ ഇതിന് വേണം, അത് എങ്ങനെയൊക്കെയോ തട്ടുകളിൽ അത് OTT രക്ഷപ്പെട്ടു പോയി. ഇനി അതിൻ്റെ മേലെ വീണ്ടും അടുത്ത് ചീത്തപ്പേര് പഠിക്കാൻ നിൽക്കണോ എന്നുള്ളതായിരുന്നു എൻ്റെ പേടി ഉണ്ടായിരുന്നത്. എൻ്റെയും കോറേറ്ററായിട്ട് ഇതിൽ വിഷ്ണു ഉണ്ടായിരുന്നു, വിഷ്ണു പ്രദീപ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതേ കാസ്റ്റ് വെച്ചുകൊണ്ട് വേറൊരു സിനിമ ആലോചിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ അത് ബിസിനസ്സാണല്ലോ, പുള്ളിയുടെ തലയിൽ ഉദിച്ചതാണ്. വേണ്ട, നമുക്ക് ഇതിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ട് ചെയ്യാം, ആള് വരും എന്ന് തോമസ് സാറിൻ്റെ ഐഡിയ ആയിരുന്നു. സൈജുവേട്ടനും സപ്പോർട്ട് ചെയ്തു. എന്നാൽ പിന്നെ ഒരു കൈ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തുടങ്ങിയതായിരുന്നു മോഹിനിയാട്ടം. നേരത്തെ പറഞ്ഞ തഗ് ഡയലോഗുകളാണെങ്കിലും റെഫറൻസുകളാണെങ്കിലൊക്കെ പേടിപ്പുറത്ത് വന്നിട്ടുള്ളതാണ്. ഇത് എങ്ങനെയെങ്കിലും ഓടണം എന്നുള്ളതുകൊണ്ട് പേടിപ്പുറത്ത് എഴുതി കൂട്ടിയിട്ടുള്ളതാണ്. പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഒരു പടം തിയേറ്ററിൽ പാളി സെക്കൻഡ് പാർട്ട് ഇറക്കി ഹിറ്റടിച്ച ഒരാൾ ഉണ്ട്, യെസ് ഒരു അദ്ദേഹത്തിൻ്റെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. പുള്ളിയാണ് നമുക്ക് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തൊട്ട് പിന്നെ ത്രൂ ഔട്ട് ചെയ്ത് അടിക്കുന്നു കൊണ്ട് നമുക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നത്. അതങ്ങനെ തന്നെ സംഭവിച്ചു. വലിയ സന്തോഷം. ഒരു സിനിമ ചെയ്യുക എന്നുള്ള ആഗ്രഹം മാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്, അതിനൊരു രണ്ടാമതൊരു സിനിമ ചെയ്യാൻ പറ്റിയെന്നുള്ളതും ആ സിനിമയ്ക്ക് ഇതുപോലൊരു പാർട്ടി വച്ചതുമൊക്കെ സൈജോട്ടൻ പറഞ്ഞ പോലെ തന്നെ അത് വലിയ സ്വപ്നമായിട്ട് തന്നെ നിൽക്കുന്നു. ഇപ്പം അടുത്ത സിനിമകളൊക്കെ ചെയ്യാനുള്ള ഇതൊക്കെ മുന്നിൽ വന്ന് നിൽക്കുന്നു. കഴിഞ്ഞ തവണ ഒന്നും നടന്നില്ല. അപ്പോൾ സന്തോഷം. ഇനി എന്തെങ്കിലും വേറെയും കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.